ചോദ്യം. ശ്രീ കൃഷ്ണദാസ്, കേരള സംസ്ഥാന നിയമസഭയിൽ ഇതുവരെ 37 അടിയന്തര പ്രമേയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സഭ ഉണ്ടായതിനു ശേഷം അതിൽ 3-1 നടന്നിരിക്കുന്നത് 14ാമത്തെയും 15ാമത്തെയും സെഷനുകളിലാണ്. ഏറ്റവും ഒടുവിൽ മാത്രം 7 അടിയന്തര പ്രമേയ ചർച്ചകൾ അതാത് ദിവസം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു പോയി. ഇതെന്തുകൊണ്ടാണ് പാർലമെന്റിന് മാതൃകയാക്കിക്കൂടാ? എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒന്നിനെങ്കിലും അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷം വഴങ്ങുമായിരുന്നല്ലോ? അരുൺ, പാർലമെന്റിൽ റൂൾ 56 പ്രകാരമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും എടുക്കുന്നതും അത് പരിഗണിക്കുന്നതും സ്പീക്കർ അനുമതി കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ആ സഭയിൽ അനുമതി തേടുന്ന അടിയന്തര പ്രമേയ വിഷയങ്ങളിൽ സബ്ജുഡൈസ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോൺ റെഫറൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിയന്തര പ്രമേയത്തിൽ പെടില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2 വിഷയങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സബ്ജുഡൈസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അത് ഈ രാജ്യത്തെ കോടതിയുടെയോ രാജ്യത്തിന് പുറത്തുള്ള കോടതിയുടെയായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സബ്ജുഡൈസ് ആയിട്ടുള്ള വിഷയങ്ങൾ പാർലമെന്റിനകത്ത് അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി വരില്ല. അപ്പോൾ റൂൾ 56 പ്രകാരം ഒരു നോട്ടീസ് അടിയന്തര പ്രമേയത്തിന് കൊടുത്താൽ ഇവിടെ എണ്ണമല്ല പ്രശ്നം, ഉയർത്തുന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയാനുമതി കൊടുക്കാൻ നിയമപരമായി റൂൾ അനുവദിക്കുന്ന അടിസ്ഥാനത്തിൽ സാധിക്കുന്നതാണോ എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങനെയല്ല എന്ന് കണ്ടെത്തിയാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതെന്ത് കാരണം കൊണ്ടാണ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. അദാനിയുടെ വിഷയത്തിൽ എന്താ സബ്ജുഡീസ് പ്രശ്നം? അവിടെ സബ്ജുഡീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനമായും വരുന്നത് അതൊരു രാജ്യത്തിൻ്റെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ വിഷയമുയർത്തുന്നതിന് പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞിരിക്കുന്ന ഒരു അഴിമതി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഇന്ത്യ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബിർള റിപ്പോർട്ട് ഉണ്ടെന്ന് കരുതി എങ്ങനെ നിഷേധിക്കും? ഞാനൊന്ന് പറയട്ടെന്ന്. എന്തുകൊണ്ടാണ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ വന്നിട്ടുള്ള പത്രവാർത്തയെ സംബന്ധിച്ച് പാർലമെന്റിനകത്തൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാർലമെന്റിനകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ, അതല്ലെങ്കിൽ അത് സബ്ജുഡൈസ് എന്ന് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ കോടതികളുമായി ബന്ധപ്പെട്ടോ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല എന്താ അങ്ങ് പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പറഞ്ഞതല്ല. ഇത് അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതി പരിഗണിച്ച ഒരു കേസ് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും സർ? ഞാൻ അതാണ് അങ്ങയോട് പറഞ്ഞത്. ഇത് ഞാനോ അങ്ങോ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. പാർലമെന്റിനകത്ത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് റൂളും ചട്ടവും അനുസരിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. അത് ചട്ടവിരുദ്ധമാണ്, അതിപ്പോൾ അനുവദിക്കാൻ കഴിയില്ല. 292 കോടി രൂപയുടെ കൈക്കൂലി ആരോപണം നേരിട്ടൊരു വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയാകണോ വേണ്ടയോ? അതിപ്പോൾ വേണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സർക്കാരിന് തോന്നുന്നില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഏതെങ്കിലും വിഷയം ഉന്നയിക്കാൻ പോലെയാണോ? അതിലെന്താ പ്രശ്നം? അല്ല, അതിലെന്താ പ്രശ്നമുള്ളത്? അതിലെന്താ പ്രശ്നമുള്ളത്? അതിന് പ്രതിപക്ഷത്തിന് ഒരു വിഷയം ഉന്നയിക്കാൻ തോന്നുന്നു. അത് അടിയന്തര പ്രമേയമായി മറ്റെല്ലാ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മറ്റേതെങ്കിലും ഒരു സബ്ജക്ട് മാറ്റിവെക്കണം, അതല്ലെങ്കിൽ അന്ന് അജണ്ടയിലുള്ള മറ്റൊരു സബ്ജക്ട് മാറ്റിവെക്കപ്പെടണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം പ്രത്യേകമായി കൊടുക്കണം. അങ്ങനെയല്ലേ അരുൺ സാധാരണ നിലക്ക് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കുമ്പോൾ ആ വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിഗണിക്കുന്ന സ്പീക്കറാണ്. അങ്ങനെയാണെങ്കിൽ സ്പീക്കറുടെ വിവേചനാധികാരത്തെ 56 മിനിറ്റാണ് 4 ദിവസം നമ്മുടെ സഭ കൂടിയത്. അതിൽ ശരിയാണ്, പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഉണ്ട്. നമുക്ക് വിശദമായി വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്, താങ്ക് യു ജയചന്ദ്രൻ, താങ്ക് യു ശ്രീ PDT ആചാര്യ. Debate with Dr. Arun Kumar.